നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്തുതന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും ബി യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും യുണീക്കാണ്. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ കയ്യീന്ന് പോയെന്ന് തോന്നിയാലും ഇടം വലം നോക്കാതെ തർക്കിച്ചങ്ങ് നിൽക്കുക. തോറ്റുപോയാലും സ്വന്തം ശരിക്കു വേണ്ടി മിണ്ടിയെന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമുക്ക് വേണമല്ലോ. മൗനം ഒരു ഭാഷയാണ്. ചിലപ്പോഴൊക്കെ അതിനർത്ഥം ദേഷ്യം എന്നാണ്, ചിലപ്പോൾ സ്നേഹം എന്നും. ചില മൗനങ്ങൾ മടുത്തു എന്ന ഏറ്റുപറച്ചിലുകളാണ്. ഇടയ്ക്കൊക്കെ മൗനം എന്നാൽ നീ തന്നെ മിണ്ടിത്തുടങ്ങണം എന്ന വാശിയാണ്. മൗനത്തിന് അങ്ങനെ 1000 അർത്ഥങ്ങളാണ്. മനസ്സ് അറിയുന്നവർക്ക് എളുപ്പം വായിച്ചെടുക്കാൻ കഴിയുന്ന ലിപിയില്ലാത്ത ഭാഷയാണ് മൗനം. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്ക് ശത്രുക്കളുണ്ടാകും. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല. അത് നമ്മുടെ ശരിയാണ്. പലതും ക്ഷമിക്കാറുണ്ട്, മറന്നു കളയാറുണ്ട്, പിന്നീട് ഓർക്കാറുമില്ല. പക്ഷേ ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞത്, ഇനിയും ഉണ്ടാകില്ലെന്ന് കരുതിയത് തന്നെ വീണ്ടും സംഭവിക്കുമ്പോൾ പഴയത് ഓർക്കുക മാത്രമല്ല, ഇനിയും അവിടെ വിശ്വാസത്തിന് ഇടമില്ലെന്ന് ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. വിഡ്ഢികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അത് നിങ്ങളുടെ കടമയാണെന്നും നിങ്ങൾ അത് തുടരണമെന്നും മാത്രമേ അവർ ചിന്തിക്കൂ. നിങ്ങളുടെ മൂല്യം ഒന്നും അവർ ഒരിക്കലും വില കൽപ്പിക്കില്ല. അവർ വടക്കുനോക്കി യന്ത്രം പോലെ എപ്പോഴും ഒരു ദിശയിൽ മാത്രമേ ചിന്തിക്കൂ. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്ക് ശത്രുക്കളുണ്ടാകും. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല. അത് നമ്മുടെ ശരിയാണ്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നത് എന്ന് ഓർത്തുവെക്കേണ്ടത് നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. വാക്കുകൾ ശക്തമാണ്, അവ വിവേകത്തോടെ ഉപയോഗിക്കുക. ആളുകൾ വരുന്നു പോകുന്നു, എന്നാൽ ശരിയായിട്ടുള്ളവർ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. തെറ്റിനെ അംഗീകരിക്കുക, തിരുത്തുക. നിങ്ങൾ ശ്രമിക്കാത്തതാണ് പരാജയ കാരണം. നാളേക്ക് വേണ്ടിയല്ല, ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുക. ഒരിക്കലും കഴിഞ്ഞ കാലത്തേക്ക് പോകരുത്. അവിടെ നിങ്ങൾക്കായി ഒന്നുമില്ല. അമിതമായ ചിന്ത സന്തോഷത്തെ കൊല്ലുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ദുഷ്കരമായ സന്ദർഭങ്ങളാണ് ഇവയൊക്കെ. ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ യഥാർത്ഥ നിറം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ ആരാണ് കൂടെയുള്ളത്, ആരാണ് കൂടെ ഇല്ലാത്തത് എന്ന് തിരിച്ചറിയുമ്പോൾ, നിങ്ങളെ വിട്ടു പോയവരോട് നന്ദി കാണിക്കുക. കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ച സ്ഥലത്ത് ജീവിക്കാൻ നൽകിയതിനെയും നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ സ്നേഹിച്ചവരോട് സ്നേഹവും സന്മനസ്സും കാണിക്കുക. നിങ്ങളുടെ സാന്നിധ്യത്തെ വില കൽപ്പിക്കാത്തവരെയും ബഹുമാനിക്കുകയും ചെയ്യാത്തവർക്കും നിങ്ങളുടെ അഭാവം സമ്മാനമായി നൽകുകയും ചെയ്യുക. മുന്നോട്ട് ഒറ്റയ്ക്ക് എന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിൽ കയറിക്കൂടുന്ന ധൈര്യം, പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഇല്ലാതാകുന്ന ഭയം, ജീവിതത്തിലെ നഷ്ടങ്ങൾ അത് നാം അനുഭവിച്ചേ തീരൂ എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. അപ്പോൾ നാം തിരിച്ചറിയും, ഐ ആം സ്ട്രോങ്.
സൈക്കോളജി പറയുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിരിക്കുന്ന ആൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഒരാൾ ഒരുപാട് സമയം ഉറങ്ങുന്നു എങ്കിൽ അയാൾ ദുഃഖിതനാണ്. അതുപോലെ ഒരാൾ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ വേഗത്തിൽ അയാൾ സംസാരിക്കുന്നു എങ്കിൽ അയാൾ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണ്. ഒരാൾ പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ഒരു ദുർബലനായ വ്യക്തിയാണ്. ഒരാൾ അന്തം പോയ രീതിയിൽ കഴിക്കുന്നു എങ്കിൽ അയാൾ നല്ല ടെൻഷനുള്ള ആളാണ് എന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു വ്യക്തി വളരെ നിഷ്കളങ്കനും ലോലഹൃദയനുമാണ്. ഒരാൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിൽ അതിനർത്ഥം അയാൾ സ്നേഹം ലഭിക്കാത്ത ആളും അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുമാണ് എന്നതാണ്. ദിശ മാറി ഒഴുകിയ പുഴയായിരുന്നവൾ ഒഴുകി അകലുവാനല്ല, ഒടുവിൽ അവരൊരു മികച്ചൊരു കടലായി മാറുവാൻ. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെപ്പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം അങ്ങ് നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അത് നല്ലതാണ്. ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തി ഒന്നും വേണ്ട, പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തുസൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്തു സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നമ്മളെക്കാൾ പ്രിയപ്പെട്ടതായി അവർക്ക് മറ്റു പലതും ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നമുക്കുള്ള സ്ഥാനം വെറും പേരിന് മാത്രമായിരിക്കും. സാഹചര്യം അത് നമുക്ക് മനസ്സിലാക്കിത്തരും. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത്, കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല. ഒരു വടിയൂന്നി നിങ്ങളതിന് പിന്നാലെ പോവുക തന്നെ വേണം. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും നിമിഷങ്ങളിലല്ല, മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും സാധിക്കും. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണ് എന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദിയുണ്ടാവണം. കാഴ്ചകളെ വലുതാക്കിയതിന്, മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന്, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന്. ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂട്ട് ആരുമില്ലാതാകുമ്പോഴല്ല, എല്ലാമെന്നു കരുതി അവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലാതിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Don't forget to subscribe.